പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും മാഷും കൂടെ സുഖമായിട്ട് തന്നെ മക്കളുടെ അടുത്ത് മൂത്ത മകൻ്റെ ഇവിടെ പോയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സെപ്റ്റംബർ 5 എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു ദിവസം തന്നെയാണ്. അതായത് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ഈ അധ്യാപക ദിനത്തിൽ നമ്മളെല്ലാ അധ്യാപകരെയും ഓർക്കുന്നു, അല്ലേ? നമ്മളെ പഠിപ്പിച്ചു പോയവരെയും പഠിപ്പിച്ച് ഈ ലോകത്തിൽ എൻ്റെ ഏജിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ അധ്യാപകരൊക്കെ മുഴുവൻ പേരും ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അധ്യാപകരെയും നമ്മുടെ ഗുരുഭൂതന്മാരെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അധ്യാപക സമൂഹത്തെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അധ്യാപനം എന്ന് പറയുന്നത് ഒരു വളരെ മഹനീയമായ ഒരു പ്രക്രിയയാണ്. ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ ഒരു അധ്യാപകൻ്റെ കടമ വളരെ അധികമാണല്ലേ. വിദ്യാഭ്യാസം മാത്രം, അറിവ് മാത്രം പകർന്നു കൊടുത്താൽ പോരാ, അവരുടെ അകക്കണ്ണും കൂടി തുറക്കാൻ ഉള്ള ബാധ്യത അധ്യാപകർക്കുണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം തന്നെ. എന്നാൽ അറിവോടൊപ്പം അവനെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുന്നതിലും അധ്യാപകൻ്റെ പങ്ക് വളരെ വലുതാണ്. അവൻ്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് ആധാരം മാതാപിതാക്കളെ പോലെയോ അതിൽ ഒരു പടി കൂടുതലായോ അധ്യാപകൻ്റെ റോളാണുള്ളത്. അധ്യാപകൻ രക്ഷിതാവും കൂടാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മുടെ ഈ കുട്ടികൾക്ക് ഏറ്റവും വിശ്വാസം അധ്യാപകരെയാണ്. ഏത് കുട്ടിക്കും വിശ്വാസമാണ് അധ്യാപകരെ. വീട്ടിൽ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ കുട്ടി ഉടനെ പറയും, അല്ല, എൻ്റെ ടീച്ചർ ഇങ്ങനല്ല പറഞ്ഞത്. ടീച്ചർ പറയുന്നതാണ് അവർക്ക് വേദവാക്യം. പിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വളർത്തുന്നതിലും വ്യക്തിയെ ഒരു നല്ല വ്യക്തിയാക്കി രൂപപ്പെടുത്തുന്നതിലുമൊക്കെ അധ്യാപകൻ്റെ പങ്ക് വലുതാണ്. കുട്ടികൾ എന്ത് സംശയം ചോദിച്ചാലും അത് പറയാനുള്ള ഒരു പക്വതയും പാകതയും അറിവും അധ്യാപകനും ഉണ്ടായിരിക്കണം. സത്യത്തിൽ അവരവരുടെ വിഷയത്തിൽ ഒരു വിജ്ഞാനകോശം തന്നെ ആയിരിക്കണം അധ്യാപകരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ അധ്യാപകർ, ഞാനൊരു അധ്യാപികയും കൂടി ആയതുകൊണ്ട് ഞാൻ പറയാമല്ലോ, എന്നോട് നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അധ്യാപക വൃത്തിയിൽ നിന്ന് തന്നെ പറയും. ഞാനൊരു അധ്യാപിക ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ ശിഷ്യന്മാരെയൊക്കെ പ്രത്യേകം സ്മരിക്കുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ഒരുപാട് പേര് അധ്യാപകരാണ്. അധ്യാപകരായി പെൻഷനായവരുണ്ട്. അവരൊക്കെ ഒരുപാട് പേര് എനിക്കിന്ന് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ അവർക്കും തിരിച്ച് അധ്യാപകരായിട്ടുള്ളവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പണ്ട് അധ്യാപകർക്ക് വളരെ തുച്ഛമായ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് വളരെ തുച്ഛമായ ശമ്പളം. ഇന്ന് 45,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. 45,000 രൂപ ഇന്നത്തെ ഒരു അധ്യാപകന് പെൻഷനുണ്ട്. അന്ന് വെറും 1000 രൂപയ്ക്ക് താഴെയായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സമൂഹത്തിൽ നല്ല വിലയും നിലയും ഉണ്ടായിരുന്നു. 32 വർഷത്തെ സേവനം പൂർത്തിയാക്കി 33 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഞാൻ വരുമ്പോൾ ലാസ്റ്റ് മേടിച്ച ശമ്പളം എന്ന് പറഞ്ഞാൽ എനിക്ക് 12,500 രൂപയായിരുന്നു. ഇന്ന് ഞാൻ 45,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത്. നോക്കൂ മാറ്റങ്ങൾ. ഇന്നൊരു അധ്യാപകന് 1,00,000 രൂപയുടെ അടുത്താണ് ശമ്പളം. പക്ഷേ അവരത് ഓർക്കുന്നുണ്ടോ? അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അന്ന് അധ്യാപകന് സമൂഹത്തിലുണ്ടായിരുന്ന മാന്യതയും വിലയും ഇന്നുണ്ടോയെന്നും എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ള കാര്യമാണ്.
ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. കുട്ടികൾ, നമ്മളെ കയ്യിൽ നമ്മുടെ ചൂണ്ടുവിരൽ പൂഴിമണ്ണിൽ അമർത്തി നമ്മളെക്കൊണ്ട് അദ്യാക്ഷരങ്ങൾ എഴുതിച്ച കുടിപ്പള്ളിക്കൂടം എന്ന് പറയത് ആശാൻ പള്ളിക്കൂടം, ആശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ലേഡിയാണെങ്കിൽ ആശാട്ടി. അവർ മുതൽ നമ്മളെ എത്രമാത്രം പഠിച്ചോ അത്രയും കാലം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച എല്ലാ അധ്യാപകരും പൂജ്യരാണ്, അവർ സംപൂജ്യരാണ്. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തതാണ്, പക്ഷേ എനിക്ക് പെട്ടെന്നങ്ങും പറഞ്ഞു വരുമ്പോൾ മറന്നു പോകുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു പ്രിപ്പറേഷനോ മുൻവിധിയോ ഒന്നും കൂടിയല്ല സംസാരിക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയാനില്ല, മറന്നുപോയി. അപ്പോൾ അന്ന് നേഴ്സറി സ്കൂളുകളും ഒന്നുമില്ല, കുടിപ്പള്ളിക്കൂടം ആശാൻ പള്ളിക്കൂടമാണുള്ളത്. അതുപോലെ തന്നെ സ്ലേറ്റ്, ഇന്നത്തെ കുട്ടികൾ സ്ലേറ്റ് കാണുന്നുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ബ്ലാക്ക് ബോർഡാണ് ഒരു സ്ലേറ്റ്. അതിനകത്ത് നമ്മൾ ടീച്ചേഴ്സ് നമുക്ക് ചോക്കിൽ എഴുതുമ്പോൾ നമ്മൾ സ്ലേറ്റ് പെൻസിൽ, കല്ല് പെൻസിൽ എന്നൊക്കെ പറയും, അതുകൊണ്ടാണ് എഴുതുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാല്യത്തെ സ്വാധീനിച്ച ഒന്നാണ് പ്രകൃതിദത്തമായിട്ടുള്ള മഷിത്തണ്ട്. എന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചാൽ ആ മഷിത്തണ്ട് ആ തെറ്റിനെ തുടച്ചു മാറ്റി നമുക്ക് ശരിയാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് സ്ലേറ്റ് അറിയില്ല, മഷിത്തണ്ട് അറിയില്ല, അവർ ടെക്നോളജിയിലാണ്. നമ്മുടെ കാലത്ത് ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ. ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് ടെക്നോളജിയിലൂടെയാണ് അല്ലേ, സോഫ്റ്റ്വെയറൊക്കെ അല്ലേ അവരെ സ്വാധീനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് നമ്മൾ പിന്നെ പ്രത്യേകിച്ചും ഈ അധ്യാപക ദിനത്തിൻ്റെ പ്രസക്തി പറയുമ്പോൾ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ അവറുകൾ, ഗ്രേറ്റ് രാധാകൃഷ്ണൻ അവറുകൾ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഈ സെപ്റ്റംബർ 5 അദ്ദേഹം ടീച്ചേഴ്സ് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ആ ടീച്ചേഴ്സിൻ്റെ, അധ്യാപകൻ്റെ പ്രാധാന്യം എത്രമാത്രം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഒരു അധ്യാപകനും കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം ടീച്ചേഴ്സ് ഡേ ആക്കി തീർത്തതിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ അങ്ങേയറ്റത്തെ ബഹുമാനം ഇവിടെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്നെ വിട്ടുപിരിഞ്ഞു പോയ എൻ്റെ എല്ലാ അധ്യാപകരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറയുന്നു. എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. നിങ്ങളുടെ സരസ്വതി ടീച്ചർ.